എന്നെക്കുറിച്ച് വാർത്തകൾ വരുമ്പോൾ ഒരു പരിഗണന എനിക്ക് തരണം, എന്നെ ക്രിമിനലായിട്ട് ഡീൽ ചെയ്യരുത്. ഉണ്ണിമുകുന്ദൻ്റെ ഒരു പ്രസ്താവനയാണ്. പ്രസ്താവന എന്ന് പറയാൻ പറ്റും. ഉണ്ണിമുകുന്ദൻ ഒരു മീഡിയ എന്നെ മൊത്തം കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിലെ പ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു വോയിസ് ഒന്ന് കേട്ടോ. ഉണ്ണിമുകുന്ദൻ മീഡിയനെ അഡ്രസ്സ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. ഞാൻ ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ്. ഇത് എനിക്ക് ഭയങ്കര സംശയമാണ്, എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ തല്ലി എന്ന് പറയുന്നു. ആര്? ഉണ്ണിമുകുന്ദനല്ല പറയണത്, വിപിൻ കുമാർ. ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇത് മറ്റേ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏത്? CCTV ചെക്ക് ചെയ്തപ്പോൾ ആ വിഷ്വൽസ് നോക്കിയപ്പോൾ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ തല്ലിയതിന് തെളിവുണ്ട്, തല്ലിയ വിഷ്വൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു തല്ലിയിട്ടില്ല എന്ന്. അപ്പോൾ ഇതിലേതാ സത്യാവസ്ഥ? പിന്നീട് വരുന്ന ഹൈദരാലി മറ്റേ പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു വോയിസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ പല ചാനലുകളിലും വന്നായിരുന്നു. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ പറയുന്നത് തല്ലിയിട്ടുണ്ട് എന്ന്, തല്ലിയിട്ടുള്ളതിനുള്ള തെളിവുണ്ട്, ആ വിഷ്വൽസ് CCTV കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിന് മുമ്പ് 24 വരെ ഇട്ട ഒരു ന്യൂസ് ഉണ്ടല്ലോ, 24 തോന്നുന്നു കേട്ടോ. 24 ഏതോ ഒരു ചാനലാണ്, 24 എൻ്റെ ഒരു ഓർമ്മ. CCTV വിഷ്വൽസിൽ ഗ്ലാസ് പൊട്ടിക്കണത് മാത്രമേ ഉള്ളൂ, തല്ലിയതിനുള്ള തെളിവില്ല, തല്ലിയിട്ടില്ല. അപ്പോൾ ഇത് എന്താ ഇവിടെ ഉദ്ദേശിക്കണത്? എന്താ സംഗതി? ഇതിൽ എനിക്ക് തോന്നിയുള്ളൊരു കാര്യം, ഉണ്ണിമുകുന്ദൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ തല്ലിയും തെളിഞ്ഞ അഭിനയം നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലൊരു കഴമ്പുണ്ട് തോന്നുന്നു. ഉണ്ണിമുകുന്ദൻ തല്ലിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, തല്ലിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഉണ്ണിമുകുന്ദൻ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്നുള്ള രീതിയിലൊക്കെ അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരുത്തനാണ്. അഭിനയം അത്രയും പാഷനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ അവസാനം കൊണ്ടേ കലോടക്കം തോന്നുന്നുണ്ടോ? പറയാൻ പറ്റില്ല. പിന്നെ മനുഷ്യനല്ലേ പുള്ളേ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഉണ്ണിമുകുന്ദൻ ഇമോഷണലായിട്ട് സംസാരിച്ച് എന്നൊക്കെ ഉണ്ണിമുകുന്ദൻ തന്നെ ഇതിൽ പറയുന്നുണ്ട് ആര്? വിപിൻ കുമാറിനോട്. അതിൻ്റെ ഇടയ്ക്ക് തല്ലിയിട്ടുണ്ടെങ്കിലോ എന്ന് തോന്നുന്ന ആളുകൾക്ക് ഞാൻ അങ്ങനെ അറിയിച്ചു. അങ്ങനെ ആണെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ തല്ലിയിട്ടില്ല എന്ന് പറയും. ഉണ്ണിമുകുന്ദൻ എന്താ പറയുക, അത്രയും കൂടെ ആലോചിക്കാതെ ഇടപെടുന്ന, അത് മനസ്സിൽ അത്രയും നന്മയുള്ള പാവമായ ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ണിമുകുന്ദനെ കുറിച്ച് പലരും പറയുന്നത്. പക്ഷേ ഉണ്ണിമുകുന്ദൻ ഷോർട്ട് ടെമ്പേർഡാണെന്ന് പലരും പറയുന്നുണ്ട്. പെട്ടെന്ന് ചൂടാവും, അങ്ങനെയുള്ള പെട്ടെന്ന് ഫീൽ ചെയ്യും, ഇമോഷണലാവും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അബദ്ധത്തിൽ എങ്ങനെയും തല്ലിയിട്ടുണ്ടായിരിക്കും അപ്പോഴത്തെ ഒരു ടെമ്പറിൽ, ചൂടിൽ എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ആലോചിക്കാം. പക്ഷേ അപ്പോഴും ഉണ്ണിമുകുന്ദൻ പറഞ്ഞ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞാൽ തല്ലിന്ന് CCTV തല്ലിയിട്ടുണ്ടെങ്കിൽ CCTV വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടില്ല, ഓഡിയോ അടക്കം ആ CCTV കിട്ടണം, നിങ്ങൾ നോക്കി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് പറയുന്നത്. എന്തായാലും ഹൈദറിൻ്റെ ഒരു കളി ഉണ്ടല്ലോ ഇതിനിടയ്ക്ക്. ഹൈദരൻ ഇരുത്തി പൊരിക്കുന്നുണ്ട് കേട്ടോ. പൊരിക്കാന്നല്ല, ഉണ്ണിമുകുന്ദൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ഒതൻറ്റിസിറ്റി വെച്ചിട്ടാണ്, നിങ്ങൾ എന്ത് ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്, അത് പോലീസ് ഓഫീസർ ആണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് എന്നൊക്കെ. അപ്പോൾ ഹൈദർ പറയുന്നുണ്ട് അത് ഞാൻ ഉണ്ണിമുകുന്ദനെ വിളിച്ചിരുന്ന് കിട്ടിയില്ല. അതല്ലല്ലോ അതിന് മറുപടി. അത് പോലീസ് ഓഫീസർ ആണോ ചോദിക്കണമെന്ന് കൃത്യമായിട്ട് മറുപടിയില്ല. അപ്പോൾ ഈ ഹൈദരാലി പൊതുവേ ഇങ്ങനെയുള്ള ഊള പരിപാടികൾ കാണിക്കുന്ന ഒരുത്തനാണ്. അയാൾ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ശൈലിയൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവും. അത് എന്താ പറയുക, അങ്ങനെ കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ അത് എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നത്. ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെയായിരുന്നു. അത് സങ്കടത്തോടെ സംസാരിച്ചതാ. എന്തിനു ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു, അതായത് ഉണ്ണിമുകുന്ദനെ കുറിച്ച് കുറേ കുറ്റങ്ങൾ സിനി ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു, അതായത് നടിയുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ കാണാൻ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. എന്ത് സംഭവിച്ചു? അടിയുടെ കാര്യമല്ല പറയുന്നത്. ഇവിടെ ഗ്ലാസ് പൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗ്ലാസ് വാങ്ങി പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത്. തല്ലിയിട്ടില്ല എന്ന് ഉണ്ണിമുകുന്ദൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, അങ്ങനെ തല്ലിയിട്ടുള്ള ഒരാൾ മീഡിയനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വരുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ഓക്കെ, അത്രയും ആക്ടിങ് ഉള്ള ഒരാൾ, കുതന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾ നേരത്തെ കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് മീഡിയനെ അഡ്രസ്സ് ചെയ്യാണ്, സേഫായിട്ട് ഇരിക്കാൻ, ഇമേജിനെ ബാധിക്കാണ്ടിരിക്കാമെന്ന് തോന്നുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല ഉണ്ണിമുകുന്ദൻ അത്രയും കുരുട്ടുതി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന്. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ണിമുകുന്ദനോട് ഇന്നിങ്ങനെ ചെയ്തു നോക്കാമെന്ന ലൈം ലൈനിൽ നിൽക്കും, ഇപ്പോഴത്തെ ഇമേജ് മാറി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും, അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്യാന്നല്ല, ഉണ്ണിമുകുന്ദൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട്, ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ വാർത്തയിൽ ഇതൊക്കെ അറിയുന്നത് കൊണ്ട്
എനിക്ക് ഉണ്ണിമുന്തൻ തല്ലിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ഉണ്ണിമുന്തനെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അത് അതിക്ക് വരാം കേട്ടോ. കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് CCTV ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം. ഐ എം റിക്വസ്റ്റിംഗ് ഫോർ മൈ സൈഡ്. ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. സീരിയസ്ലി. ഇപ്പൊ ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ എനിക്ക് തരണം. എന്നെ ക്രിമിനലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത്. എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിക്കിവിടെ ഇതാണ് ഞാൻ പോയിന്റ് വന്നത്. ഗുജറാത്തിൽ നിന്നാണ് ഉണ്ണിമുകുന്ദൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഉണ്ണിമുകുന്ദനെ ഇങ്ങനെ വിവാദങ്ങളിൽ കൊണ്ടുവരുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആളുകൾക്ക് നേടിയെടുക്കാനുണ്ടോ? ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോക്കാം. വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല. ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചില രീതികളുണ്ട്. അത് ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും, ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും. അത് സിനിമയിൽ അങ്ങനെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഐ ആം ജസ്റ്റ് സെയിങ് ദാറ്റ് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ആ പുള്ളിക്ക് എന്നോട് ഇപ്പൊ വിരോധമാണ്. ഞാനത് സമ്മതിച്ചു. ഓക്കെ. അപ്പൊ പിന്നെ എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു നിൽക്കണം. അസോസിയേഷനിൽ പോയിട്ട് ഞാൻ 2-ാം തീയതിയാണ് എന്നെ വിളിച്ചത്. ഞാൻ പോയി സംസാരിക്കും. പോസിബിളി അവിടുന്ന് എന്താണ് ഒരു പരിചയം. ഇനി അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ അട്ടിക്കൊണ്ടുവന്ന് പറയുന്ന മറ്റേ വിപിൻ കുമാർ ഉണ്ടല്ലോ. വിപിൻ കുമാർ ഫെഫ്ക മെമ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ഫെഫ്ക മെമ്പർ അല്ല എന്ന്. അപ്പോൾ ഇതിലേതാ ശരി? വിപിൻ കുമാർ നോണയാണോ പറഞ്ഞുകൊണ്ടിരിക്കണത്? ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ. അല്ലെങ്കിൽ കോടതി പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രൂത്ത്ഫുള്ളി ഫോർവേഡ് ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും. മാത്രമല്ല ഇതിപ്പോൾ എല്ലാം തീർന്നു ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു സത്യമാണെന്നല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് എൻക്വയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോട്ട് ഡൂയിങ് ഇറ്റ്. ഇതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻസ് കുറച്ച് നോക്കാം കേട്ടോ. കുറച്ച് കമൻറ്റുകൾ നോക്കാം. ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ പറയുന്നതൊക്കെ ഉണ്ട്. ഫുൾ സപ്പോർട്ട് ഉണ്ണിമുകുന്ദൻ എന്നുള്ള ഒരു ഉണ്ണി എന്നൊക്കെ ലവ്ചിനെ കിട്ടിയിട്ട് അങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൽ വേറെ വരും. മോളിവുഡിലെ സുശാന്ത് സിംഗ് രജ്പുത്ത് ആക്കാൻ നോക്കുന്നുണ്ട് കുറേ പേര്. സുശാന്ത് സിംഗിൻ്റെ കാര്യമൊക്കെ അറിയാലോ അല്ലേ? അവനെ ഒറ്റപ്പെടുത്തി അവനെ കൊടുത്ത പണി അറിയാലോ. മോളിവുഡിലെ സുശാന്ത് സിംഗ് രജ്പുത്ത് ആക്കാൻ നോക്കുന്നുണ്ട് കുറേ പേര്. എന്തുകൊണ്ടാണ് ഉണ്ണിയോട് ഇത്രയും പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. നെപ്പോ കിഡ് അല്ലാത്തത് കൊണ്ടാണോ? BJP ആയതുകൊണ്ടാണോ? ഉണ്ണിയുടെ സ്റ്റാർഡം കണ്ട് പേടിച്ചിട്ടാണോ? എനിക്കറിയില്ല. വന്നിട്ടുള്ള ഒരു കമൻ്റാണ് കേട്ടോ. ഇതാണ് ഒരു കമൻ്റാണ്. ഇത് നിങ്ങളുടെ വിഷയം, നമുക്കെന്ത് കാര്യം എന്നൊക്കെ ചിലവർ ഞാൻ തൊട്ട്. പിന്നെ എന്താ ഗുജറാത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കണ ഒരു സാധനമൊക്കെ ഇട്ടണം അവസാനത്തെ കമൻറ്റ് കേട്ടോ. ഇതിന് മറുപടി ആയിട്ട് എന്താടാ ഗുജറാത്ത് ആസനത്ത് എന്ത് ഉണ്ണി തമ്പുരാൻ ഉയർമോ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഹൈദർ കാണിച്ചൊരു പരിപാടി ഉണ്ടല്ലോ. ഹൈദരാണ് ഇത് തീയിൽ എണ്ണൊഴിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു സംഭവം അല്ലേ. എന്തായാലും ഇതൊക്കെയാണ് പരിപാടി. ഉണ്ണിമുകുന്ദൻ ഇതിലൊന്നും തളർന്നു പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരാളല്ലേ. ഉണ്ണിമുകുന്ദൻ തല്ലിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് അവസ്ഥ, എന്താ സംഗതിയൊന്നും അറിയില്ല. കാരണം ഇത്രയും ബോൾഡായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ആൾ മീഡിയനെ അഡ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനിടയിൽ ആ CCTV ഫുട്ടേജിൽ ഉണ്ണിമുകുന്ദൻ തല്ലിയതുണ്ട്, അതിനുള്ള വിഷ്വൽസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് കൺഫ്യൂസിങ് ആക്കണത്. ഇപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല. എന്തായാലും ഇത് നോക്കാം, വഴിയെ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.